ഡെസേർട്ട് എന്നാലേക്കും മനസ്സിൽ വരുന്നതാണ് ഈ ഗുലാബ് ജാം. അപ്പോൾ എങ്ങനെയാണ് ഒന്ന് ഉണ്ടാക്കിയാലോ? ഇതൊരു ഇൻസ്റ്റൻറ്റ് പാക്കറ്റാണ് കേട്ടോ. അതിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഈ ചപ്പാത്തിക്കെല്ലാം കുഴക്കില്ലേ, അതുപോലെ തന്നെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർക്കുക, നല്ലപോലെ സ്റ്റിക്കിനെസ് ഒന്നും ഇല്ലാണ്ട് ആ ബാറ്റർ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ബോളാക്കിയിട്ട് ആ ഒരു ഈ ഒരു കൺസിസ്റ്റൻസിയിൽ, അതായത് സ്റ്റിക്നെസ് ഇല്ലാത്ത തരത്തിലേക്ക് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ മാവ് കുഴച്ച് വെക്കാൻ. പിന്നെ കുറച്ച് എണ്ണ കയ്യിൽ തടവിയതിന് ശേഷം ഇത് പതിയെ കുഞ്ഞി ബോൾസാക്കി ഉരുട്ടിയെടുക്കാൻ. ഇതിലത്തെ ക്രാക്സ് ഒന്നും വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ക്രാക്സ് വീണ് കഴിഞ്ഞാൽ നമ്മളിത് എണ്ണയിലിട്ട് ഇതാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. സോ നല്ല സ്മൂത്തായിട്ട് തന്നെ അത് ബോൾസാക്കിയിട്ട് ഇങ്ങനെ എടുക്കാൻ. ഇതൊക്കെ ഉണ്ടോ, ഇതുപോലെ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് വേണം നമുക്ക് ബോൾസ് കിട്ടാൻ. അപ്പോൾ ഇങ്ങനെ കുട്ടി ബോൾസ് ആക്കിയതിന് ശേഷം ഓയിലിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നല്ലപോലെ എണ്ണ ചൂടായതിന് ശേഷം കുറേശ്ശെ ബോൾസ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് ഒരു മീഡിയം ബ്രൗൺ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ. അങ്ങനത്തെ ബിജുവേട്ടൻ നല്ല ആവശ്യത്തിൽ നമുക്ക് എല്ലാ ബോൾസും ഫ്രൈ ചെയ്ത് എടുത്ത് തരുന്നുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ഉണ്ടാവുക. ഫ്രൈ ചെയ്തതിന് നല്ല സോഫ്റ്റാണ്, വേറെങ്ങനത്തെ തന്നെ ടേസ്റ്റാണ്, പക്ഷെ മധുരം ഇല്ലാന്നേ ഉള്ളൂ. അതിന് നമുക്കപ്പോൾ മധുരത്തിനായി ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. സോ ആവശ്യത്തിന് പഞ്ചസാരയും വെള്ളവും. ഈ പഞ്ചസാര എത്രയാണോ എടുക്കുന്നത് അത്ര കപ്പ് തന്നെ വെള്ളം എടുക്കണം. അതിലത്തേക്ക് ഏലക്കായ പൊടി കൂടി ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ തിളപ്പിക്കാൻ വെക്കുക. തിളച്ച് വരുമ്പോൾ അത് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ എന്തിടുക, ഗുലാബ് ജാമുൻ ഇടാൻ. ഓക്കെ, ആ ബോൾസ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അതിലത്ത് സോക്ക് ചെയ്ത് വെക്കുക. സോ ഇതിങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു 1, 2, 3 ഡേയ്സിനൊക്കെ ശേഷം ഇതെടുത്ത് കഴിക്കുകയാണെങ്കിൽ ആ സ്വീറ്റ്നെസ് ആ ഗുലാബ് ജാമിൻ്റെ ഉള്ളിലൊക്കെ എത്തി നിൽക്കുക, ബോൾസിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ ഇങ്ങനെ കയറും. ഇപ്പം തന്നെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര ടേസ്റ്റ് കിട്ടത്തില്ല. ഇത് എത്രത്തോളം നിങ്ങൾ വെച്ച് കഴിക്കുന്നോ അത്ര ഓരോ ദിവസം കഴിയുമ്പോൾ അത് ഭയങ്കര സോഫ്റ്റായി അതിൻ്റെ ഉള്ളിൽ വെള്ളം കയറി സോഫ്റ്റായിട്ട് മീൻസ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഗുലാബ് ജാം ഇഷ്ടപ്പെടാത്ത ആരായില്ലല്ലേ? ഗുലാബ് ജാമിൻ്റെ കൂടെ വാനില ഐസ്ക്രീം കൂടി കൂട്ടി കഴിക്കാൻ ഇറ്റ്സ് പെർഫെക്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.